കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്കൊപ്പമെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി എം.പി. മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി. പുതിയ കക്ഷിയെ യു.ഡി.എഫ് മുന്നണിയിൽ എടുക്കേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു അതൃപ്തി പരസ്യമാക്കിയുള്ള മോൻസ് ജോസഫ് എം.എൽ.എയുടെ പ്രതികരണം. കേരള കോൺഗ്രസ് എം LDF വിടുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ജോസ് കെ മാണി രംഗത്തു വന്നത്. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പമാണെന്ന് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുക്കാതെ ഇരുന്നത്. ഇത് മുന്നണി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ജോസ് കെ മാണി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള കോൺഗ്രസ് എം LDFിൽ തന്നെ തുടരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി. ഒരു പ്രസക്തിയും കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസുകൾ അങ്ങനെ എക്കാലത്തും അഭ്യൂഹങ്ങൾ കിടന്നിരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റ് പല സ്ഥലത്തുനിന്ന് ഉദയം ചെയ്യാറുണ്ട്. അതിനൊക്കെ കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ പാടാണ്. ഇതിൻ്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നെന്താ അഭ്യൂഹം? എന്ത് വന്നാലും ഇല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള അതിർത്തി ജോസഫ് വിഭാഗം വീണ്ടും പരസ്യമാക്കി. ആവർത്തിച്ചുള്ള ക്ഷണം മുന്നണിയുടെ വിശ്വാസ്യത തകർക്കുമെന്നായിരുന്നു മോൻസ് ജോസഫ് MLAയുടെ പ്രതികരണം. ഇല്ല, ഞങ്ങൾക്ക് ലാസ്റ്റ് UDF തീരുമാനം മാത്രമേ അറിയാവുള്ളൂ. UDFിൻ്റെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കക്ഷികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് UDF യോഗം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ വരാൻ ഉദ്ദേശിക്കുന്നവരുടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു. പുതിയ കക്ഷികൾ ഏതെങ്കിലും വരുന്നതായി UDFിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അല്ല, UDF യോഗത്തിൽ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ലെന്നാണ് തീരുമാനിച്ചു. അതേസമയം തിരുവനന്തപുരത്ത് നടന്ന സമരത്തിലെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രബോധ് നാരായണൻ MLAയും LDF തുടരുമെന്നും വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.